സോ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള കോമണേഴ്സിന്റെ എൻട്രി അവസാനിച്ചു. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാർക്ക് പ്രാധാന്യം നൽകുന്ന സീസൺ 8ലേക്ക് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് വരുന്നതെന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. അതെ, സിനി സീരിയൽ രംഗത്ത് നിന്ന് ആരെല്ലാം, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെ, ഇൻഫ്ലുവൻസേഴ്സ്, കോൺട്രാവേഴ്സി താരങ്ങൾ ആരൊക്കെ വരുന്നു. സോ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കോളെത്താൻ സാധ്യതയുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് തന്നെ പോകാം. പാർട്ട് 1, പാർട്ട് 2 കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ടെലിവിഷൻ ആങ്കർ, ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവർ, മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പാർവതി ബാബു. കഴിഞ്ഞ സീസണിലും പാർവതിയുടെ പേര് കേട്ടിരുന്നു. എന്തായാലും ഈ ഒരു സീസണിലേക്ക് ബിഗ് ബോസിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കാം. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള പ്രണവ് കൊച്ചു. ഫാമിലി ഇഷ്യൂസ് എല്ലാമായി കഴിഞ്ഞ സീസണിന്റെ സമയത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് പ്രണവ് കൊച്ചു. സോ നമുക്ക് നോക്കാം. അടുത്തതൊരു സീനിയർ ആക്ടർ കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള ആദിത്യൻ ജയനാണ്. മുൻ സീസണുകളിലൊക്കെ ആളുടെ പേര് ബിഗ് ബോസിലേക്ക് വരുമെന്ന് കേട്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷം വരെയും സാധ്യത കൊടുത്തിരുന്ന വ്യക്തി കൂടിയാണ്. അടുത്തത്, സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈവ് സ്ട്രീമർ ആയിട്ടുള്ള തൊപ്പിയാണ്. മുൻ സീസണുകളിലും തൊപ്പിയുടെ പേര് സാധ്യത കുറവാണെങ്കിൽ പോലും പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടിരുന്നു. ഈ ഒരു സീസണിൽ എത്താൻ സാധ്യതകൾ കൂടുതൽ പറഞ്ഞു നിൽക്കുമ്പോഴാണ് റീസെന്റായി അരങ്ങേറിയ തൊപ്പി ആൻഡ് ഗ്യാങ്ങിന്റെ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളും കാര്യങ്ങളും. സോ ബിഗ് ബോസ് സാധ്യതകൾ എത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും ഐശ്വര്യ റംസായി ബിഗ് ബോസ് സീസൺ 8ലേക്ക് കാണുമെന്നുള്ള റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്. റീസെന്റായി അവസാനിച്ച മൗനരാഗം സീരിയൽ ആക്ട്രസ് ആണ്. അടുത്തത്, ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവർ, മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള റോഹൻ ലോണ. സീസൺ 5 മുതൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും കാണുന്ന ഒരു പേരാണ് റോഹന്റേത്. കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് കൺഫേം എന്ന് പോലും കേട്ടിരുന്നു. അവസാന നിമിഷമാണ് ബിഗ് ബോസിലേക്ക് ഇല്ല എന്നറിയുന്നത്. സോ സീസൺ 8ലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അടുത്തത്, സീരിയൽ ആക്ട്രസും സ്റ്റാർ മാജിക് ഫെയിമും അതുപോലെ തന്നെ ഒരു ഫിറ്റ്നസ് പേഴ്സൺ കൂടിയായ ജസീല പർവീൻ ആണ്. കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷവും വൈൽഡ് കാർഡ് എൻട്രിയിലും കേട്ടിരുന്ന ഒരു പേരാണ് ജസീല പർവീൻ. സോ നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻ ബിഗ് ബോസ് താരം കൂടിയായ രേണു സുധിയുടെ ഫാമിലിയിൽ നിന്നും കൊല്ലം സുധിയുടെ മകനായ കിച്ചു സുധിയാണ്. ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് പൊതുവെ ചർച്ച ചെയ്യാറ്. സോ ബിഗ് ബോസിൽ നിന്നൊരു കോൾ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ കിച്ചു സുധിക്ക് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കാം. അടുത്തതൊരു സീനിയർ ആക്ടറാണ്. ബിഗ് ബോസ് സീസൺ 1 ശേഷം എല്ലാ സീസണുകളിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് അനീഷ് രവി. ഒരു സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അടുത്തതൊരു വൈൽഡ് ഗസ് ആണ്. സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു യങ് ആക്ടറാണ്. മലയാളി എന്ന് പറയാൻ സാധിക്കില്ല. ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും നളീഫ് ജിയ. ഐശ്വര്യ റംസായിയുടെ പേര് പറഞ്ഞതുപോലെ തന്നെ മൗനരാഗം സീരിയൽ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരു തമിഴ് മലയാളം സ്ലാങ് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ലാത്തത് കൊണ്ടും നമുക്ക് നോക്കാം, ഒരു സാധ്യതയുണ്ട്. അടുത്തത്, കഴിഞ്ഞ സീസണിൽ അനുമോളൊക്കെ വന്നതുപോലെ സ്റ്റാർ മാജിക് ഫാമിലിയിൽ നിന്നും അതോടൊപ്പം സിറ്റ്കോം സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അമൃത നായരാണ്. ഒരു യങ് ആക്ട്രസ് കാറ്റഗറിയിൽ അമൃതയുടെ പേരും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. അടുത്തത്, സീസൺ 6 മുതൽ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് കേട്ടിരുന്ന ഒരു യങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അച്ചു സുഗന്ധാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ സ്വാന്തനം സീരിയലിലെ കണ്ണൻ. സോ നമുക്ക് നോക്കാം സീസൺ 8ലേക്ക് അച്ചു സുഗന്ധിന് അവസരം ലഭിക്കുമോ എന്ന്. നെക്സ്റ്റ്, മെഹർ ഫാത്തിമ. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ, ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവർ ഒക്കെ ആയിട്ടുള്ള മെഹർ ഫാത്തിമ കഴിഞ്ഞ സീസണിലും ബിഗ് ബോസിൽ എത്തുമെന്ന് അവസാന നിമിഷം വരെ കേട്ടിരുന്നു. ഈ അടുത്തായി പല സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലും ആളുടെ പേര് ഇങ്ങനെ എടുത്തു കേൾക്കുന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലെ പ്രഡിക്ഷൻ ലിസ്റ്റിലും നമ്മൾ മെഹർ ഫാത്തിമയുടെ പേര് ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഈസ് മോഡലും ആക്ട്രസുമായിട്ടുള്ള ശ്രീലക്ഷ്മി ബോണിറ്റയാണ്. കഴിഞ്ഞ സീസണിലും ശ്രീലക്ഷ്മി ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുമെന്ന് കേട്ടിരുന്നു. എന്തായാലും ഈ ഒരു സീസണിലെങ്കിലും ശ്രീലക്ഷ്മി എത്തുമോ ഇല്ലയോ എന്ന് നോക്കാം. അതുപോലെ അടുത്തത്, CCL താരവും യങ് ആക്ടറും മുൻ സീസണുകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആണ്. സീസൺ 8ലെങ്കിലും അവസരം ലഭിക്കുമോ എന്ന് നോക്കാം. ഈ 15 പേരുകളാണ് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് പാർട്ട് 3യിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഉണ്ടോ എന്നും ആരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ വന്നാൽ നന്നാകും, ആരൊക്കെ വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്നും കമന്റിൽ പറയുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.